الحمدلله رب العالمين نحمده ونستعينه ونستهديه ونسترشده ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كلام الله وأصدق الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله وإماء الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون صلى الله عليه وسلم. സ്നേഹധന്യരായ വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, രഹസ്യവും പരസ്യവുമായ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ സർവ മേഖലകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും തഖ്വയോടുകൂടി ജീവിച്ച് മരിക്കണമെന്നും എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരമകാരുണികനായ പടച്ചതമ്പുരാൻ അവൻ്റെ സച്ചരിതരും സംപ്രീതരുമായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കുന്ന ഹിജ്റ സംഘം അബിസിനിയയിലേക്ക്, ഇന്നത്തെ എത്യോപ്യയിലേക്ക് മഹാനായ ജഅഫർ ഇബ്നു അബീ താലിബിന്റെ കീഴിൽ പറഞ്ഞയക്കുന്ന സംഘമാണ്. ആ സംഘം അവിടെ പോയതിനെ സംബന്ധിച്ചും അതിനെ തുടർന്നുണ്ടായിരുന്ന നേട്ടങ്ങളെ സംബന്ധിച്ചുമൊക്കെ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള വിശകലനങ്ങളും വിശദാംശങ്ങളും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതിലേക്ക് പോകുന്നതിന് പകരം അവിടെ എത്തി നജ്ജാശി, അതായത് ഹബിഷയുടെ അന്നത്തെ രാജാവ് നജ്ജാശി,
ജഅഫർ ഇബ്നു അബീ താലിബിനോട് ചോദിക്കുന്ന വളരെ മർമ്മപ്രധാനമായ ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് എന്നത് തന്നെയാണ് ഒന്നാമത്തെ ചോദ്യം. നിങ്ങളുടെ ദീൻ എന്താണ്? മഹാദ ദീൻ അല്ലദീ ഖദ് ഫാറഖ്തും ഫീഹി ഖൗമക്കും. നിങ്ങളുടെ നാട്ടിലുള്ള നിങ്ങളുടെ വീട്ടുകാരെയും കുടുംബക്കാരെയും ഒക്കെ ഉപേക്ഷിച്ച് നിങ്ങൾ ഇങ്ങോട്ട് പോരാൻ മാത്രം നിങ്ങളെ അത്രമേൽ കാരണക്കാരാക്കിയ ദീൻ ഏതാണ്? വലം തദ്ഖുലു ഫീ ദീനി വലാ ദീനി അഹദിൻ മിനൽ മിലൽ. ഇവിടെ ഒരുപാട് ദീനുകളുണ്ട്. ഞാൻ തന്നെ വിശ്വസിച്ചിരിക്കുന്ന ഒരു മതമുണ്ട്. ഒട്ടനേകം മതങ്ങൾ ഇങ്ങനെ ചുറ്റുപാടും ഉള്ള ഒരു കാലമായിരിക്കെ നിങ്ങൾ ഈ ഒരു പുതിയൊരു മതത്തിൽ, പുതിയൊരു ദീനിൽ പ്രവേശിക്കുന്നതിൻ്റെ കാരണം എന്താണ്? മഹാനായ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അതിന് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്: അയ്യുഹൽ മലിക്, അല്ലയോ പ്രിയപ്പെട്ട രാജാവേ, കുന്ന ഖൗമൻ അഹ്ല ജാഹിലിയ്യ, ജാഹിലിയ്യ സമൂഹമായിരുന്നു ഞങ്ങളുടേത്. നഅ്ബുദുൽ അസ്നാം, ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുമായിരുന്നു. വനക്കുലുൽ മൈത്ത, ഞങ്ങൾക്ക് ശവങ്ങൾ വരെ അനുവദനീയമായിരുന്നു, ഞങ്ങൾ അതിനെ ഭക്ഷിക്കുമായിരുന്നു. വനഅതി അൽ ഫവാഹിഷ്, വൃത്തികേടുകൾ ചെയ്യുന്നതിന് ഞങ്ങൾക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല. വനഖ്തഉൽ അർഹാം, ഞങ്ങൾ കുടുംബ ബന്ധങ്ങളെ ഒരു കാരണവുമില്ലാതെ മുറിച്ചു കളഞ്ഞിരുന്നു. വനുസീഉൽ ജിവാർ, ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ഒരുപക്ഷെ ഞങ്ങളുടെ അയൽവാസി തന്നെയായിരുന്നു. വയഅകുലുൽ ഖവിയ്യു മിന്ന അൽ ലഈഫ്, ഞങ്ങളിലെ ശക്തിമാന്മാർ, ശക്തർ എന്ന് കരുതപ്പെട്ട ഒരു വിഭാഗം ഞങ്ങളിലെ ദുർബലരെ വിഴുങ്ങുമായിരുന്നു, അവരെ തിന്നുമായിരുന്നു, അവരുടെ അവകാശങ്ങൾ പിടിച്ചുപറിക്കുമായിരുന്നു. ഫകുന്ന അലാ ദാലിക്, ഞങ്ങൾ ഇങ്ങനെയെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹത്താ ബഅസല്ലാഹു ഇലൈനാ റസൂല, അള്ളാഹു ഞങ്ങളിലേക്ക് ഒരു റസൂലിനെ അയച്ചത്. മിന്ന, ഞങ്ങളിൽ നിന്ന് തന്നെ. നഅരിഫു നസബഹു, അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ചും മറ്റ് വിശദാംശങ്ങളെക്കുറിച്ചും ഞങ്ങൾക്കറിയാം. വസിദ്ഖഹു, അദ്ദേഹത്തിന്റെ സത്യസന്ധതയെക്കുറിച്ച് ഞങ്ങൾ പൂർണ്ണ തൃപ്തരാണ്. വ അമാനതഹു വ അഫാഫഹു, അദ്ദേഹത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ചും ചാരിത്രത്തെക്കുറിച്ചും ധാർമ്മിക ബോധത്തെക്കുറിച്ചും ഞങ്ങൾക്കറിയാം. വിശദമായി തുടരുന്ന, ഒരുപക്ഷെ നമുക്കൊരു ഖുതുബയിൽ അധികം വിശദീകരിക്കേണ്ടി വരുന്ന ശകലങ്ങളുള്ള മഹാനായ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നജ്ജാശിയോടുള്ള മറുപടിയാണ്. എന്താണ് ഈ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചത് എന്ന് പറയുമ്പോൾ പുതിയ കുറെ ആരാധനക്രമങ്ങളെക്കുറിച്ചോ അനുഷ്ഠാന ഇടപാടുകളെക്കുറിച്ചോ പറയുന്നതിന് പകരം ഞങ്ങളിൽ ഉണ്ടായിരുന്ന ദൂഷ്യങ്ങളെ പരിഹരിക്കുന്ന പ്രവാചകൻ, ഞങ്ങളെ സ്ഫുടം ചെയ്തെടുക്കുന്ന പ്രവാചകൻ, ഞങ്ങൾക്ക് തന്നെ അരുതെന്ന് ഞങ്ങൾ തന്നെ കരുതി പോന്നിരുന്ന കാര്യങ്ങളെ പാടില്ല എന്ന് പറഞ്ഞ പ്രവാചകൻ. ഖുതുബയുടെ ആമുഖത്തിൽ നമ്മൾ ഓതിയ ആയത്ത് ഇതിനെ ബലപ്പെടുത്തുന്ന ആയത്താണ്. വിശുദ്ധ ഖുർആൻ മുൻകഴിഞ്ഞ വേദങ്ങളിൽ തൗറാത്തിലും ഇഞ്ചീലിലുമൊക്കെ ഒരു റസൂൽ വരാനുണ്ടെന്നും ആ റസൂല് വരുമ്പോൾ ആ റസൂലിന്റെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്താണെന്ന് വിശദീകരിക്കുന്നിടത്തും പറയുന്ന ആദ്യ വാക്ക് യഅ്മുറുഹും ബിൽ മഅറൂഫ്, മഅറൂഫ് കൽപ്പിക്കുന്ന പ്രവാചകൻ എന്നാണ്. മഅറൂഫിന് സാധാരണ നമ്മൾ നന്മ എന്നാണ് മലയാളത്തിൽ അർത്ഥം പറയാറുള്ളത്. പക്ഷെ അത് അതിന്റെ പര്യായ പദങ്ങളിൽ ഒരു പദമാണ്. മഅരിഫ എന്നാണ് മഅറൂഫ് എന്ന പദത്തിനർത്ഥം, അറിയപ്പെട്ടത് എന്നാണ്. മലയാളത്തിൽ ശ്ലീലം അശ്ലീലം എന്നൊക്കെ നമ്മൾ പറയും മഅറൂഫിനെയും മുൻകറിനെയും കുറിച്ച്. ജനങ്ങൾക്ക് തന്നെ അറിയുന്നത് ജനങ്ങളോട് പറയാനാണ് ഈ റസൂല് വന്നത്.
ഇത് വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിലെ ഒരു സിദ്ധാന്തമാണ്. മനുഷ്യർ അവരുടെ ബോധ്യങ്ങളെ വഞ്ചിക്കാതിരിക്കാനാണ് ഈ ഖുർആൻ വന്നിട്ടുള്ളത്. മനുഷ്യർ അവരോട് തന്നെ അക്രമം പ്രവർത്തിക്കരുതെന്ന് ഉണർത്താനാണ് ഈ റസൂൽ വന്നിട്ടുള്ളത്. ഇപ്പൊ ഇസ്ലാമിന്റെ നന്മകൾ വളരെ വിശദാംശങ്ങൾ ആവശ്യമില്ലാത്ത ചെറിയ നിർവചനത്തിൽ ഒതുങ്ങുന്ന ഒന്നാണ്. എന്താണ് നന്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയുന്നത്. എന്താണ് മുൻകർ, എന്താണ് തിന്മ, നിങ്ങൾ തന്നെ പാടില്ലെന്ന് കരുതുന്നത്. ഇപ്പൊ നന്മ ചെയ്യാൻ നിങ്ങൾ പ്രയാസപ്പെടണോ എന്ന് ചോദിച്ചാൽ, നന്മ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. തിന്മ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്ര പ്രയാസമുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, തിന്മ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രകൃതം തന്നെ അതിനെ വെറുക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിയോഗ ദൗത്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് ഇന്നമാ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഉത്തമ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന്, അതിൻ്റെ ഏറ്റവും മികച്ച പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ നിയോഗ ദൗത്യമെന്ന് അവിടുന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കാര്യമായും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സുന്നത്ത് അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്ന് പറയുമ്പോൾ അതിലേറ്റവും ആദ്യം നമുക്ക് കരണീയവും അനുകരണീയവും നമുക്ക് ചെയ്യാവുന്നതും മാതൃകയാക്കാവുന്നതുമായ വളരെ പ്രധാനപ്പെട്ട കാര്യം നന്മ ചെയ്യുക എന്നുള്ളതിനേക്കാൾ തിന്മ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയവും അതാണ്. ലാ ലററ വലാ ളിറാർ. ഇസ്ലാമിക ഫിഖ്ഹിന്റെ അടിസ്ഥാനം പറയുന്നിടത്ത് ആദ്യമായി പറയപ്പെടുന്ന ഖായിദ അതാണ്. നിങ്ങളിൽ നിന്ന് ഏറ്റവും ആദ്യം പ്രതീക്ഷിക്കപ്പെടുന്നത് ലോകത്തുള്ള മനുഷ്യരൊക്കെ സഹായിക്കണം എന്നുള്ളതല്ല, അത് രണ്ടാമതാണ്. മനുഷ്യർക്കൊക്കെ സഹായം ചെയ്യണം, അത് വലിയ കാര്യം എന്നാണ്. പക്ഷെ മനുഷ്യരെ സഹായിക്കുന്ന അവിടെ നിൽക്കട്ടെ, അവിടേക്ക് വരാം. ലാ ലററ വലാ ളിറാർ. ഒരു മനുഷ്യനും നിങ്ങളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാകരുത്. അവിടെ നിങ്ങളുടെ പോയിന്റ് വീഴും. നിങ്ങൾ ഒരുപാട് പേർക്ക് നന്മ ചെയ്യുന്നു, ഏറ്റവും ചുരുങ്ങിയത് ഒരാളെയെങ്കിലും ദ്രോഹിക്കുന്നു. നിങ്ങൾ ഈ ലോകത്തുള്ള മനുഷ്യരോട് മുഴുവൻ നന്മ ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് ഒരു മനുഷ്യനോടെങ്കിലും ഉപദ്രവമില്ലാതിരിക്കുക എന്നുള്ളതാണ്. നന്മ അവിടെ വരട്ടെ. ഈ തിന്മ ചെയ്യാതിരിക്കൽ തന്നെ നന്മയാണ്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നിങ്ങൾ കണ്ടിരിക്കും. മരണശേഷം മനുഷ്യാവകാശ കമ്മീഷന്റെ വിധി വന്നിരിക്കുകയാണ്. ക്യാൻസർ പേഷ്യൻ്റായ ഒരു മനുഷ്യൻ അയൽവാസി വളർത്തുന്ന നായയുടെ കുര കേട്ടിട്ട് അവിടെ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് അയൽവാസി ഒരു തരത്തിലും സമ്മതിക്കില്ല. കാരണം പട്ടിക്കൂട് അവിടെ നിന്ന് മാറ്റാൻ പറ്റൂല എന്നാണ്. നായയുടെ കുര സഹിക്കാൻ പറ്റായിട്ട് കഴിഞ്ഞ എത്രയോ വർഷമായി ക്യാൻസർ ബാധിതനായ ഒരു മനുഷ്യൻ മനുഷ്യാവകാശ കമ്മീഷനിൽ പോയിട്ട് അയാളുടെ ഉത്തരവ് വരുമ്പോഴേക്ക് മനുഷ്യത്വപരമായി പെരുമാറുന്നത് പരിഗണിച്ച് ആ കൂടൊന്ന് അവിടെ നിന്ന് മാറ്റണം എന്ന് അയൽവാസിക്കെതിരെ വിധി വന്നപ്പോഴേക്കും ഇദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞു എന്നാണ്. അയൽവാസിയോട് നന്മ ചെയ്യുന്നത് നിൽക്കട്ടെ, ഏറ്റവും ചുരുങ്ങിയത് അയൽവാസിയോട് എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞുള്ളത്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലാ യുഅ്ദി ജാറഹു. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണ് ഒരാളെങ്കിൽ ഫലാ യുഅ്ദി ജാറഹു, അവൻ അവന്റെ അയൽവാസിയെ ഉപദ്രവിക്കരുത്. അപ്പൊ എന്താ അയൽവാസി? ഇഷ്ടത്തിലാവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടത്തിലാവാനും, തെറ്റുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തെറ്റാനും സാധ്യതയുള്ള ആൾക്കാരാണ് അയൽവാസികൾ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ, അമർഷം പുകഞ്ഞ് പൊന്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ദ്രോഹിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് സ്നേഹത്തിനും ദ്രോഹത്തിനും തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സ്നേഹിക്കാൻ നമുക്ക് കുറച്ചേ കഴിയുള്ളൂ. മനുഷ്യരെ വളരെ കുറഞ്ഞ ആളുകളിലേക്ക് മാത്രമേ സ്നേഹം അത്രമേൽ പ്രകാശിപ്പിക്കാൻ നമുക്ക് പറ്റൂ. ഈ ലോകത്തുള്ള എല്ലാവരോടും മനസ്സിൽ സ്നേഹമുണ്ട് എന്നുള്ളത് ശരിയാണ്.
പക്ഷെ സ്നേഹത്തിന് അത് നമ്മുടെ സ്വന്തം ഇണകൾ, നമ്മുടെ സ്വന്തം മക്കൾ, നമ്മുടെ സ്വന്തം കുടുംബാംഗങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇങ്ങനൊരു വൃത്തമുണ്ടാകും. ഈ വൃത്തത്തിലായിരിക്കും സ്നേഹം നിൽക്കുക. പക്ഷെ ഉപദ്രവിക്കണമെന്ന് തീരുമാനിച്ചാൽ ലോകത്തെ എല്ലാ മനുഷ്യരെയും ഉപദ്രവിക്കാൻ ഒരാൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് അഡ്രസ്സും പേരും ഒന്നറിയാത്ത സമുദായ അംഗങ്ങൾക്ക് നേരെ, അതല്ലെങ്കിൽ വ്യത്യസ്ത സമൂഹങ്ങൾക്ക് നേരെ മനുഷ്യർ കേട്ടാലറക്കുന്ന തെറിവാക്കുകൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു. നമ്മൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ എന്തിനാണ്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം 6 അടിയുള്ള വഴി, 6 അടിയുള്ള ഒരു വഴി, ആ 6 അടിയുള്ള വഴിയിൽ നടുവിൽ 2 മതിലുകൾ, അതല്ലെങ്കിൽ 2 വേലികൾ. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കാം. 2 കൂട്ടർക്ക് നടന്നു പോകാനുള്ള വഴിയാണ്. 2 അടി കൂടി ഉണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് മുഴുവൻ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു വഴി. കൂട്ടത്തിലെ ഒരാളുടെ വാശി കൊണ്ട് മാത്രമാണ് 2 വഴിയായി പോകുന്നത്. എല്ലാവർക്കും ആ വാശിയില്ല. അയൽവാസിയെ ദ്രോഹിക്കുക എന്നുള്ള ഉദ്ദേശമൊന്നും ചിലപ്പോൾ അയാൾക്ക് ഉണ്ടാവില്ല, പക്ഷെ അത് ദ്രോഹമായി മാറുകയാണ്. സ്വന്തം വലുപ്പത്തെക്കുറിച്ച്, സ്വന്തം മഹത്വത്തെക്കുറിച്ച് അയാൾക്ക് നാട്ടുകാരോട് പറയണമെന്നില്ല. അയാളുടെ ശരിയെ പാലിച്ചിട്ടുള്ളൂ. പലരും അവരവരുടെ ശരി പാലിക്കുമ്പോൾ തന്നെ മറ്റു പലർക്കും ദ്രോഹം വരും. എന്നിട്ട് ഇയാൾ മരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥിക്കണം? അല്ലാഹുമ്മ ജാഫിൽ ഖബ്റൻ ജംബൈഹി. ഇയാളുടെ മേലും മണ്ണിട്ടിട്ട് പ്രാർത്ഥിക്കണം, പടച്ചോനെ ഇയാളുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ. നാട്ടുകാർക്കൊരു 2 അടി വഴി വിട്ടുകൊടുക്കാത്ത മനുഷ്യന് മരിച്ചതിന് ശേഷം നാട്ടുകാർ പോയി തസ്ബീഹത്ത് ചൊല്ലിക്കൊടുത്തിട്ട് ഈ പ്രാർത്ഥനയുടെ ബലത്തിൽ അയാൾക്കെന്തോ വിശാലമായി കിട്ടാനുണ്ടെന്ന് കരുതുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനക്ക് അതല്ല കേട്ടോ അർത്ഥം. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. പടച്ചവനെ ഇയാൾക്ക് ഉത്തരം തോന്നിപ്പിക്കണമേ. ഉത്തരം തോന്നിപ്പിക്കണം. നാളെ മലക്കുകൾ വന്ന് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ആദ്യഘട്ടത്തിൽ, ബർസഖിന്റെ ആദ്യഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഭൂമിയിലേക്ക് ഒരു കുഞ്ഞ് വീഴുമ്പോൾ ആ കുഞ്ഞിന് ഒരു അമ്മിഞ്ഞ നുകരാനുള്ള ഒരു അദൃശ്യ ശക്തിയുണ്ട്. ആരും പഠിപ്പിച്ചു കൊടുക്കാത്ത ഒരു കുഞ്ഞു പോലും ഇവിടേക്ക് വളരെ പ്രോഗ്രാംഡ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ ബർസഖിന്റെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ, ഈ ലോകം അവസാനിച്ച ആദ്യ നിമിഷത്തിൽ മനുഷ്യൻ വളരെ നൊമ്പരപ്പാടിന്റെ ജീവിതത്തിലേക്ക് കടക്കുന്നത്. ആ സമയത്ത് മനുഷ്യർക്ക് കുറച്ച് ഉത്തരങ്ങൾ കിട്ടണം. പടച്ചവൻ അൽഹിംഹുൽ ജവാബ്, പടച്ചവൻ അവൻ ഉത്തരം തോന്നിപ്പിക്കണമേ. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ. ചോദ്യത്തിന്റെ സമയത്ത് അടിയുറപ്പിച്ച് ചോദ്യം മനസ്സിലാകാനെങ്കിലും അയാൾക്ക് സാധിക്കണമേ. ഇത് ഇയാൾക്ക് സാധിക്കുക എപ്പോഴാണ്? ഏറ്റവും ചുരുങ്ങിയത് സഹൃദയനായി ജീവിക്കുമ്പോഴാണ്. മറ്റുള്ളവർക്ക് നന്മ ചെയ്തില്ലെങ്കിലും ഇയാൾ നന്മ ചെയ്യും. ഇങ്ങനെയുള്ളവർ നന്മ ചെയ്യും. പക്ഷെ ഇതിന്റെ ആദ്യഘട്ടം ലാ ലററ വലാ ളിറാർ. ഇത് ഇസ്ലാമിന്റെ വളരെ അടിസ്ഥാനപരമായൊരു തത്വമാണ്. ജനങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്ന പ്രവാചകനാണ്. ഇത് പരിസര ശുചീകരണത്തിന്റെ കാര്യത്തിൽ നമ്മുടെ വീട് നമ്മൾ വൃത്തിയാക്കും. ഈ വീട് വൃത്തിയാക്കിയിട്ട് അതിന്റെ വേസ്റ്റ് എവിടെ കൊണ്ടുപോയിടും? അപ്പുറത്തെ തൊടുവിലിടും. ഇപ്പൊ നമ്മൾ കരുതുന്നത് നമ്മുടെ വീട് വൃത്തിയാകണം. അപ്പൊ ലാ ലറർ, ഉപദ്രവം പാടില്ല. വലാ ളിറാർ, ഉപദ്രവം നമ്മുടെ പറമ്പിൽ നിന്ന് പോയി, പക്ഷെ വലാ ളിറാർ, മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളിടത്ത് ആ അടിസ്ഥാനം തെറ്റി. ഇത് തന്നെയാണ് മനുഷ്യന്റെ പെരുമാറ്റങ്ങളിലുള്ളത്. മനുഷ്യരുടെ പെരുമാറ്റങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കുറെ അടിസ്ഥാന ദൂഷ്യങ്ങളിൽ മനുഷ്യരുടെ വലുപ്പം, ഇസ്തിക്ബാർ, അതുപോലെ തന്നെ ഉലുവ്, അതായത് മനുഷ്യർക്ക് സ്വയം നിലക്ക് ഒരു തരത്തിലും അർഹതയില്ലാത്ത കുറെ കാര്യങ്ങളാണ് ദൂഷ്യങ്ങൾ. അയാൾ ഒഴിവാക്കുക പോലും വേണ്ടതില്ല. ശരിക്കും അയാളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മതി. തലക്കനം, അഹങ്കാരം, അസൂയ, ഈ ദുർഗുണങ്ങൾ പാടില്ല എന്നാണ് ഇസ്ലാം പറയുന്നത്. ഇതൊരാള് അയാൾക്കുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. നന്മയെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്, ഒഴിവാക്കാൻ സാധിക്കുന്ന തിന്മകളെ കുറിച്ചാണ്. ഞാൻ വലുപ്പമുള്ളവനാണ് എന്നൊരാൾക്ക് തോന്നുന്നതിന്റെ കാരണം എന്താണ് എന്ന് അതിലേക്കൊന്ന് അയാൾ ചെറുതായൊന്ന് ചിന്തിച്ചാൽ മതി.
അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. നിങ്ങളുടെ മഖ്ബറയിലേക്ക് പ്രവേശിക്കുന്ന സമയം വരേക്കും ഉള്ളൂ ഈ വലുപ്പം എന്ന് തോന്നിയാൽ നിങ്ങളുടെ വലുപ്പത്തെ നിങ്ങൾക്ക് തടയാൻ പറ്റും. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. ഇരുന്ന് സ്വന്തം അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെന്ന് എണ്ണുന്നവർ, വഅദ്ദദ അതിൽ കിട്ടുന്ന ഒരു ലഹരിയുണ്ട്. യഹ്സബു അന്ന മാലഹു അഖ്ലദ. ഈ സമ്പത്ത് എന്നെ ശാശ്വതമാക്കി എന്ന് കരുതുന്നവർ. സമ്പത്ത് ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യം, ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യം, പക്ഷെ ഈ ലോകം തന്നെ നിലനിൽക്കൂലോ. അപ്പോ എന്നെ ഇത് ശാശ്വതനാക്കുന്നില്ല എന്നുള്ള ബോധത്തിൽ ഇസ്തിക്ബാറിനെ ഒഴിവാക്കാം. ഒരാൾക്ക് തലക്കനത്തെ ഒഴിവാക്കാം, അസൂയയെ ഒഴിവാക്കാം. എന്താണ് അസൂയ? അസൂയ എന്നുള്ളത് ഒരു വളപ്രയോഗം നടത്താതെ വലുതായി വരുന്നൊരു മരത്തിൻ്റെ പേരാണ് പണ്ഡിതന്മാർ പറയാറ്. ഏത് പാറപ്പുറത്ത് നട്ടാലും വളർന്ന് പടർന്ന് പന്തലിക്കുന്ന മരത്തിൻ്റെ പേരാണ് അസൂയ. അസൂയയുടെ ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ പടച്ചോനെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ്. വേറൊരാളോടുള്ള ദേഷ്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിൽ. പക്ഷെ അസൂയാലുവിന് മാത്രം ഉണ്ടാകാവുന്ന ഒരു അസ്വസ്ഥതയാണത്. അസൂയപ്പെടുന്നവന് പ്രത്യേകിച്ച് ഒരു പ്രശ്നമൊന്നുമില്ല. അസൂയാലുവിൻ്റെ മുഴുവൻ എനർജിയും പോകും. വേറൊരാളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് അയാൾക്കത് കിട്ടാൻ പാടില്ലാത്തതായിരുന്നു എന്ന് പറഞ്ഞ് ആ അസൂയയെ ബലപ്പെടുത്താൻ ഏഷണിയും പരദൂഷണവും അതിൻ്റെ കൂടെ കൊണ്ടുപോയി നടന്ന് ഇയാൾ അയാളുടെ കുഴിയിൽ തന്നെയാണ്. അയാളുടെ മുഴുവൻ എനർജി നഷ്ടപ്പെടുകയാണ്. ഈ എനർജിയുടെ ഏറ്റവും വലിയൊരു നഷ്ടം അയാൾക്ക് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ പടച്ചവനായിട്ടുള്ള ബന്ധം അയാൾക്ക് മുറിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവസാനത്തെ റസൂലായിട്ട് എന്തുകൊണ്ടാണ് ബനൂ ഇസ്രായേലിയർ അംഗീകരിക്കാതിരുന്നതിന്റെ കാരണം പറയുന്നിടത്ത് അള്ളാഹ് ചോദിക്കുന്നുണ്ട്, അം യഹ്സുദൂന അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫളലി. എന്തായിരുന്നു ജൂതന്മാരുടെ പ്രശ്നം? ക്രൈസ്തവരുടെ പ്രശ്നം എന്താണ്? തങ്ങളുടെ വംശാവലിയിൽ തന്നെ അവസാനത്തെ ഒരു റസൂൽ വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു. പക്ഷെ അവസാനത്തെ റസൂൽ വന്നത് ബനൂ ഇസ്രായേലിയരിലല്ല. അതുമാത്രം പ്രശ്നം. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന മുൻഫക്കീന ഹത്താ തഅതിയഹുൽ ബയ്യിന. ഖുർആൻ പറയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാതിരിക്കാൻ യഥാർത്ഥ വേദപണ്ഡിതന്മാർക്ക് ഒരേ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ, അസൂയ. അവരിൽ ചുരുക്കം ചിലരൊക്കെ ഇസ്ലാം സ്വീകരിച്ചു, അവർ സത്യത്തോട് ചേർന്ന് നിന്നു. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പലർക്കും വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅതുഹുൽ ബയ്യിന. സത്യം മനസ്സിലായിട്ടും അതിനെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നതിന്റെ തടസ്സം. ഇന്ന് നിലവിൽ ഇസ്രായേലിന്റെ പ്രശ്നമാകട്ടെ, അമേരിക്കയുടെ പ്രശ്നമാകട്ടെ, ലോകത്തെ ക്രൈസ്തവ സയനിസത്തിന്റെ പ്രശ്നമാകട്ടെ, ജൂത സയനിസത്തിന്റെ പ്രശ്നമാകട്ടെ, ഹത്താ തഅതിയഹുൽ, അറിഞ്ഞുകൊണ്ടുള്ള വിരോധമാണ് ഇസ്ലാമിനോടുള്ള. ലോകത്ത് മുഴുവൻ വലിയ രക്തപ്പുഴകൾ ഒഴുക്കിയിട്ടുള്ള കുരിശുപട്ടയുടെ, ലോകത്തെ മുഴുവൻ ആക്രമണങ്ങളുടെ പിന്നിലും ഉള്ളത് അസൂയുണ്ടോ? ആ പ്രദേശത്തെ ആ അസൂയ പിന്നീട് അത് നേരത്തെ പറഞ്ഞ മനുഷ്യരൊക്കെ ആകുമ്പോൾ അത് ഏഷണിയും പരദൂഷണത്തിലൊക്കെ ഒതുങ്ങും. രാജ്യങ്ങളാവുമ്പോൾ അത് വെട്ടിപ്പിടുത്തത്തിലും ആക്രമണങ്ങളിലുമാണ് എത്തിച്ചേരുക. അപ്പൊ ഒരു മനുഷ്യന് അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള വളരെ ചുരുങ്ങിയ മാർഗം എന്താണ്? അല്ലാഹു നഹ്നു ഖസംന ബൈനഹും മഈശത്തഹും. അള്ളയാണ് ഭൂമിയിലെല്ലാം വിതരണം ചെയ്യുന്നതെന്ന് അംഗീകരിക്കുക. അള്ളാഹ് ഈ ഭൂമിയിൽ മനുഷ്യർക്ക് പലതും കൊടുക്കും. കാരണം ഈ ദുനിയാവിൽ അള്ളാഹ് കൊടുക്കുന്നത് മനുഷ്യരുടെ സാമർഥ്യവും വലുപ്പവും യോഗ്യതയും അനുസരിച്ചല്ല. നമ്മളെല്ലാവരോടും പറയുമല്ലോ, യു ക്യാൻ വിൻ, എല്ലാവർക്കും ഉഷാറാവാൻ പറ്റുന്നു. ദുനിയാവിൽ എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലാകുന്ന മാനദണ്ഡത്തിൽ എല്ലാവരും സമന്മാരാവൂല. അത് മോട്ടിവേഷന് വേണ്ടിയിട്ടൊക്കെ പറയാൻ പറ്റും. വളരെ അങ്ങനെ ത്രസിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് പ്രഭാഷകർക്ക് പറയാൻ പറ്റും എല്ലാവരും ഒരുപോലെ ആകുന്നു. അങ്ങനെയല്ല. നിങ്ങൾക്ക് വരുന്ന പരീക്ഷണങ്ങൾ, നിങ്ങൾക്ക് വരുന്ന പോരായ്മകൾ, ചിലർക്കുണ്ടാകുന്ന ഇല്ലായ്മകൾ, ഇതിന് പിന്നിൽ പടച്ചവന്റെ പരീക്ഷണമുണ്ട്. അപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും കൂടുതൽ കണ്ടാൽ നിങ്ങൾ പടച്ചവനെ മടക്കുന്നത് കൊണ്ട് മാത്രമാണ് അസൂയ വരുന്നത്. ഒരാൾക്ക് എന്തെങ്കിലും കുറഞ്ഞു പോയാൽ അയാളോടുള്ള നിങ്ങളുടെ ഒരു
അയാൾക്ക് നേരെ അവജ്ഞ നിറഞ്ഞൊരു കണ്ണ് നിങ്ങൾക്ക് വരുന്നത്, അവഗണനയുടെ മനസ്സ് നിങ്ങൾക്ക് വരുന്നത്, പടച്ചവനെ മറന്നുപോയി. അസൂയയുടെ ഇപ്പുറത്തുള്ള ഭാഗമാണത്. അതുകൊണ്ട് ലോകത്ത് മനുഷ്യർക്ക് ആദ്യമായി ചെയ്യാനുള്ളത് നന്മയല്ല, കൊച്ചു കൊച്ചു തിന്മകൾ എന്ന് കരുതുന്നത്. ഇത് കൊച്ചു കൊച്ചു കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. മനുഷ്യർക്ക് ഇബ്ലീസിന്റെ പ്രശ്നം എന്താ? ഒന്നാമത്തെ പ്രശ്നം അസൂയ. ഇബ്ലീസ് അനുമതി ചോദിക്കുന്ന എന്തിന്റെ പേരിൽ? അഹങ്കാരത്തിന്റെ പേരിൽ. ഞാൻ വലുപ്പമുണ്ടെന്നും അതല്ലെങ്കിൽ ഈ വലുപ്പം മനുഷ്യനേക്കാൾ അർഹതപ്പെട്ടത് എനിക്കാണെന്നും എന്നേക്കാൾ ആദരിക്കപ്പെടേണ്ടവനല്ല ഇവനെന്നും ഒരാൾക്ക് തോന്നുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പൊ ആദ്യം ഈ ദുർഗുണങ്ങളെ മാറ്റൂ. നന്മ മനസ്സിൽ നിന്ന് സ്വാഭാവികമായി നിർഗളിക്കണമെങ്കിൽ ഈ തിന്മയില്ലാതാവണം. ഇത് രണ്ടും കൂടി ഒരുമിക്കൂല. ഒരു ഭാഗമുണ്ട്, വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിലി. ഹക്കും ബാത്തിലും ഒരുമിച്ചിട്ട് ജീവിക്കരുത്. പിന്നീടാണ് നന്മയുടെ അടുത്ത വശം വരുന്നത്. നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ പിന്നീടാണ് വരുന്നത്. അതുകൊണ്ടാണ് മനുഷ്യർക്കറിയുന്നത് മഅറൂഫ്, മനുഷ്യ പ്രകൃതം വെറുക്കുന്നത് മുൻകർ. ഈ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ ഒഴിവാക്കാവുന്ന, നമുക്ക് തന്നെ റാഹത്ത് കിട്ടുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയാൽ നിങ്ങൾക്ക് തന്നെ ഹാപ്പി ആയിട്ട് ജീവിക്കും. എന്തുകൊണ്ട് ഹാപ്പി? ഈ ലോകത്ത് മുഴുവൻ ഹാപ്പിനെസ് ഒരാൾക്ക് വാങ്ങി തന്നാലും അള്ളാഹ് പറയുന്നു, അള്ളാഹ്ക്കാണ് നിങ്ങളോട് സ്നേഹം. കാരണം നിങ്ങൾ മരിച്ചതിന് ശേഷവും നിങ്ങൾ ഹാപ്പി ആകണമെന്ന് ആരാഗ്രഹിക്കുന്നു? അള്ളാഹ് ആഗ്രഹിക്കുന്നു. ഈ ലോകത്തെ മനുഷ്യർ നിങ്ങളോട് സ്നേഹമുള്ളവരല്ല. കാരണം കൂടി വന്നാൽ നിങ്ങൾ മരിക്കുന്ന അവസാന നിമിഷം വരേക്കും ഒരു ഹാപ്പി വാഗ്ദാനം ചെയ്യാൻ, ഒരു ഹാപ്പിനെസ് വാഗ്ദാനം ചെയ്യാൻ ഇവിടുത്തെ മനുഷ്യന്മാർക്ക് പറ്റിയേക്കും. പക്ഷേ നിങ്ങൾ മരിച്ചതിന് ശേഷവും ഹാപ്പിയായി തുടരണമെന്ന്. വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖ. ഈ ദുനിയാവിൽ നിങ്ങൾക്ക് എത്ര ഹാപ്പിനെസ്, മനുഷ്യരെ ഹാപ്പിയോടുകൂടി ജീവിക്കട്ടെ കേട്ടോ. ദുനിയാവിൽ സുഖവും സങ്കടവും ദുഃഖവും ഒക്കെ ഉണ്ടായാലും മനുഷ്യനെ ഒരു കണ്ടന്റായിട്ട് ജീവിക്കാൻ, മനസ്സംതൃപ്തിയോടുകൂടി ജീവിക്കാനുള്ള അവസരം ഇസ്ലാം ദുഃഖത്തിൻ്റെയും സുഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദർഭങ്ങളിൽ അവൻ്റെ നിലപാടുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ മരണസമയവും അവന് സുഖമാണ്, മരണശേഷവും അവന് സുഖമാണ്, ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള അവൻ്റെ നിദ്രയും സുഖമാണ്, നാളെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ നൃത്തവും അവന് സുഖമാണ്, വിചാരണയും സുഖമാണ്. അവൻ്റെ ജീവിതത്തിൽ അവന് നിത്യസമാധാനവും സന്തോഷവും ഉറപ്പുവരുത്താൻ പടച്ച തമ്പുരാൻ പ്രോഗ്രാം ചെയ്ത ഏറ്റവും മികച്ച പദ്ധതിയായിട്ട് അപ്പോഴാണ് ഇസ്ലാമിനെ സ്നേഹിച്ചു തുടങ്ങുക നമ്മൾ. അപ്പം അതിനാദ്യം നന്മകൾ ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ തിന്മയുടെ അംശങ്ങളെ തൂത്തെടുത്ത് മാലിന്യക്കുട്ടയിലേക്ക് വലിച്ചെറിയുക എന്നുള്ള ചെറുതല്ലാത്തൊരു പണി അള്ളാഹുവും അവൻ്റെ റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വിശദീകരിക്കുകയാണ്. ആ നിലയിൽ കർമ്മങ്ങളുടെ ഒരു മുൻഗണന നിശ്ചയിക്കാൻ നമുക്ക് സാധിക്കണം. പടച്ചതമ്പുരാൻ നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകളെ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ പലരുമുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഈ ആഴ്ച സർജറി ഉള്ളൊരു സഹോദരൻ നമ്മളോട് പ്രത്യേകമായി പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചതമ്പുരാൻ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ആരോഗ്യവും സമാധാനവും ഉറപ്പുവരുത്തുമാറാകട്ടെ. ഫലസ്തീനിൽ നമ്മുടെ പ്രിയപ്പെട്ട ഗസയിലെ പ്രിയപ്പെട്ട പോരാളികൾക്ക്, പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫയും സമാധാനവും നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്ന് ഷഹാദത്ത് കൈവരിച്ചവർക്ക് അവർക്ക് അതിൻ്റെ ഷഹാദത്തിൻ്റെ സ്വീകാര്യത അള്ളാഹു ഉറപ്പുവരുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹിൽ അഹദ് അൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. اللهم صل وسلم وبارك على رسولك محمد وعلى آل محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. عباد الله وإماء الله، أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم دمر أعداءنا أعداءك أعداء الدين.
اللهم دمر أعداءنا أعداءك أعداء الدين اللهم زلزل أقدامهم اللهم هدم حصونهم اللهم أقل نفوذهم اللهم فرق جمعهم يا رب العالمين اللهم انصر إخواننا بأرض غزة بأرض فلسطين بنصرك العزيز على القوم الكافرين اللهم كن معهم ولا تكن عليهم اللهم انصرهم بنصرك العزيز اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ورحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى على خير خلق محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين قوموا للصلاة